നമസ്കാരം. ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ തോണ്ടാൻ ശ്രമിക്കുന്ന ചൈനയെ ഇന്ത്യ തൂത്തെറിയും. ബംഗ്ലാദേശിൽ ചൈനയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച പെക്കുവ അന്തർവാഹിനി ബേസ് ഇന്ത്യക്ക് തലവേദനയാകുമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയോട് ചൈനയുടെ കള്ളക്കളികൾ നടക്കില്ല. രാജ്യം കൂടുതൽ വിപുലമായ നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. ബംഗ്ലാദേശിലെ ചൈന നിർമ്മിച്ച അന്തർവാഹിനി ബേസിലെ ഡ്രൈഡോക്കിന്റെ ഉപഗ്രഹ ചിത്രം കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു. ഇന്ത്യ കനത്ത ജാഗ്രത തന്നെയാണ് ഇക്കാര്യത്തിൽ പുലർത്തി വരുന്നത്. നമുക്കറിയാം, നേരത്തെ ശ്രീലങ്കയുടെ നാവിക തുറമുഖത്ത് ചൈനീസ് ചാരക്കപ്പലുകൾക്ക് ഡോക്ക് ചെയ്യാൻ അനുമതി നിഷേധിച്ചത് ഇന്ത്യക്ക് താൽക്കാലിക ആശ്വാസം നൽകിയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ മറ്റൊരു കര സമുദ്ര അയൽരാജ്യമായ ബംഗ്ലാദേശിനെ ചൈന വലവീശി പിടിച്ചത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ബംഗ്ലാദേശിലെ ചൈനയുടെ നീക്കം ഇന്ത്യയിൽ മാത്രമല്ല, ഇൻഡോ പസഫിക്കിലെമ്പാടുമുള്ള തന്ത്രപരമായ സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു എന്നതും എടുത്തു പറയണം. ചൈന സമീപ ഭാവിയിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ആണവ അന്തർവാഹിനി താവളം ഉൾപ്പെടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചില നാവിക താവളങ്ങളെ അഭിമുഖീകരിക്കുന്ന നീക്കങ്ങൾ നടത്തുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. ബംഗ്ലാദേശിനെ ചൈന കൂട്ടുപിടിച്ചിരിക്കുന്നത് വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ചൈനയുടെ ഈ വർദ്ധിച്ച പ്രതിരോധ സഹകരണ ശ്രമം ചൈനയെ ഈ മേഖലയിലെ സാന്നിധ്യവും സ്വാധീനവും ഉറപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പാകിസ്ഥാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യസ്ഥാനമായ ബംഗ്ലാദേശിന് ഒരു പ്രധാന പ്രതിരോധ വിതരണക്കാരനായി ചൈന ഉയർന്നു വന്നിരിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയും പുലർത്തുന്നുണ്ട്. 2023 ഡിസംബറിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉദ്ഘാടനം ചെയ്ത പെക്കുവ അന്തർവാഹിനി താവളത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ വളരെ സങ്കീർണമാണ് എന്ന് തന്നെ പറയണം. തന്ത്രപരമായ ആസൂത്രകരുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ചൈനീസ് സൈന്യത്തിന്റെ വർദ്ധിച്ച സാന്നിധ്യത്തെ പ്രതിരോധിക്കുന്നതിനോടുള്ള ഒരു ഉത്തമ വഴി കണ്ടെത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ നാവിക താവളങ്ങളിലെ ചൈനയുടെ ആസ്തികളും പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയെ തളർത്താമെന്ന വലിയ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ചൈനയുടെ നീക്കങ്ങൾ എന്നത് വ്യക്തമാണ്. എന്നാൽ ബംഗ്ലാദേശിന് വിതരണം ചെയ്യുന്ന ആയുധങ്ങളും അന്തർവാഹിനികളും ഇന്ത്യക്ക് നേരിട്ട് സുരക്ഷാ വെല്ലുവിളിയൊന്നും ഉയർത്തുന്നില്ല. പക്ഷേ ചൈനയുടെ ആധിപത്യം, അതിന്റെ ഫലമായി ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ അസ്ഥിരത, അതിൽ ഇന്ത്യയുടെ ആശങ്ക വലിയ രീതിയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സൈനിക പരിശീലനവും പ്രതിരോധ സാമഗ്രികളും ഉൾക്കൊള്ളുന്ന 2002 പ്രതിരോധ സഹകരണ ഉടമ്പടിയിലൂടെ ചൈന ബംഗ്ലാദേശിന് മേലുള്ള പിടി ശക്തമാക്കി എന്നതാണ് അടിവരയിടേണ്ടത്. നാവിക മേഖലയിൽ ഈ സഹകരണം ഗണ്യമായിട്ട് വിപുലീകരിച്ചു. ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള ആഴത്തിലുള്ള നാവിക സഹകരണം വലിയ ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ളതാണ്. ഇന്ത്യയുമായി വളരെ അടുപ്പമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളിൽ ആശാവഹമായ മുന്നേറ്റങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് തന്നെയാണ് ചൈനയുടെ ഈ ചൂന്നുകൂടൽ എന്നതാണ് ശ്രദ്ധേയം. ഷെയ്ഖ് ഹസീന ചൈനയുമായി അടുത്ത പ്രതിരോധ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി ബംഗ്ലാദേശിന്റെ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ആഴത്തിലുള്ള കടന്നുകയറ്റം നടത്താൻ ചൈനയെ സഹായിക്കുന്നുണ്ട്. പെഗുവയിൽ പുതുതായി നിർമ്മിച്ച അന്തർവാഹിനി താവളത്തിൽ ചൈനീസ് അന്തർവാഹിനികളുടെയും അവയുടെ ഓപ്പറേറ്റർമാരുടെയും ദീർഘകാല സാന്നിധ്യത്തിന്റെ പ്രശ്നം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ മങ്ങിപ്പിച്ചേക്കാം എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതിൽ ചൈനയ്ക്ക് ലഭിക്കുന്ന സന്തോഷം വലിയ തരത്തിലാണ്. അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒരു പ്രാദേശിക നാവിക ശക്തിയാകാനുള്ള അഭിലാഷം ബംഗ്ലാദേശിനുണ്ട്. അപ്പോൾ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഉൾക്കടൽ സമ്പദ് വ്യവസ്ഥ ചൈനയിൽ ആകാംക്ഷയുള്ള ഒരു പ്രതിരോധ പങ്കാളിയെ കണ്ടെത്തിയെന്ന് വേണം പറയാൻ. നവീകരിച്ച 2 പഴയ അന്തർവാഹിനികൾ ഇളവുള്ള വിലയ്ക്ക് ബംഗ്ലാദേശിന് നൽകിയ ശേഷം വലിയ അന്തർവാഹിനി താവളം നിർമ്മിക്കാൻ ചൈന മുന്നോട്ട് വന്നു. ഇത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നിരവധി ചൈനീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ഉദ്ഘാടനവും ചെയ്തു. 1.75 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന BNS ഷെയ്ഖ് ഹസീന എന്ന് പേരിട്ടിരിക്കുന്ന ഈ നാവിക താവളം ഒരു അന്തർവാഹിനി ഡോക്കിംഗ് തുറമുഖം മാത്രമല്ല, അറ്റകുറ്റപ്പണികൾക്കും പുനർനിർമ്മാണങ്ങൾക്കുമുള്ള ഒരു സൗകര്യം കൂടിയാകുമെന്ന് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ തന്ത്രങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു കൃത്യമായ ആസൂത്രണത്തിൽ കൂടി തന്നെയാണ് ചൈന ഇക്കണ്ട നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ചൈനയുടെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ ജാഗ്രത തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചൈനയുടെ പദ്ധതികൾ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ചൈന ഇനി ആരെയൊക്കെ കൂട്ടുപിടിച്ചാലും ഇന്ത്യയിൽ ചൈനയുടെ അടവുകൾ നടക്കില്ല എന്ന് തന്നെയാണ് ആത്മവിശ്വാസത്തോടെ ഇന്ത്യൻ അധികൃതർ പറയുന്നത്.